ശ്രീ പി.സി. ജോർജ്, മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്കാണ് CPM കടന്നിരിക്കുന്നത്. ഭരണഘടനയെ അത്രത്തോളം അവഹേളിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നതൊരു ചോദ്യം തന്നെയല്ലേ? കാരണം നമ്മളെല്ലാവരും ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. ഇത്തരം ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഭരണഘടനയെ തള്ളി പറയുന്ന ഒരു മന്ത്രി നമുക്ക് ആവശ്യമാണോ? സത്യത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അപജയം എത്ര വലുതാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, CPM ഇപ്പോ ഇയാള് രാജിവെക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോ നേരത്തെ എന്തിനാണ് രാജിവെച്ചത്? നേരത്തെ രാജിവെക്കാൻ കാരണക്കാരൻ എന്താ? പാർട്ടിയെ പറഞ്ഞിട്ടുള്ള രാജിവെച്ചത്. അപ്പം അയാൾ പറഞ്ഞത് തെറ്റാണെന്നല്ല ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. ഇപ്പോ കോടതി വിധി കൂടെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കോടതി വിധി കൂടെ വന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ തീരുമാനം എടുത്തിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മാന്യതയെങ്കിലും കിട്ടുക. പാർട്ടിയുടെ മാന്യത നഷ്ടപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയോട് ബഹുമാനവും ആദരവും ഇല്ലാത്ത ഏപ്യന്മാരുടെ ഒരു കൂട്ടമാണ് CPM എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജനം ഇതറിയട്ടെ. തീർച്ചയായും ഇത് വളരെ വേദനാജനകമായ സംഭവമാണ്. അയാളെ മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. രാജിവെക്കുന്നില്ലെങ്കിൽ ഗവർണർ അയാളെ പുറത്താക്കണം എന്റെ അഭിപ്രായം. ഗവർണർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം മന്ത്രി നിശ്ചയിക്കുന്നത്. അവിടെ മന്ത്രി മാറ്റി മുഖ്യമന്ത്രിക്കാണ് അധികാരം, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം അയാളെ പുറത്താക്കാൻ ഗവർണർ നോട്ടീസ് കൊടുക്കണം, മുഖ്യമന്ത്രിയെ നിർബന്ധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പി.സി. ജോർജ്, LDF കൺവീനർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. കാരണം രാജി ആവശ്യം ഉയരുന്നത് സ്വാഭാവികമാണ്, കാരണം ഇത്തരം ഒരു സംഭവമായതുകൊണ്ട് തന്നെ. എന്നാൽ കോടതിയുടേത് ഒരു സ്വാഭാവിക നടപടിയാണെന്നും LDF കൺവീനർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് നടപടി എടുക്കില്ല എന്ന വാശിയിലാണ്. അതായത് യാതൊരു സംശയം പറഞ്ഞു. ഈയുടെ പ്രസംഗം കേട്ട ഈയുടെ കമന്റ് പ്രസംഗം കേൾക്കാൻ 60 പേരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സോഷ്യൽ മീഡിയ മുഴുവൻ വ്യാപകമാണല്ലോ. അയാൾ പ്രസംഗിച്ച് വെറും 60 പേരോടാ. 60 സഖാക്കന്മാരോട് ഇന്ത്യൻ ഭരണഘടനയെ കുറ്റപ്പെടുത്തി പറയാന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലൈൻ അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPMന്റെ രാഷ്ട്രീയ ലൈൻ അതാണ് എങ്കിൽ അവർ പറയട്ടെ, പിണറായി വിജയൻ പറയട്ടെ. അയാൾ എങ്ങനെ അവിടെ മുഖ്യമന്ത്രിയുടെ തുടരുന്ന ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടല്ലേ അയാൾ മുഖ്യമന്ത്രിയായി. ഈ സൈജറിയ ഭരണഘടനയെ പിടിച്ചുകൊണ്ടല്ലേ ആ ഭരണഘടന കുന്തോ കുറച്ചൊക്കെ അയാൾ പറയുന്നത്. അയാളെ പിടിച്ച് അവിടെ എങ്ങനെ മന്ത്രിയായിട്ട് ഇരുത്തി എനിക്ക് മനസ്സിലായിട്ടില്ല. നീതിബോധം എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം അറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? എങ്കിലെ രാജിവെച്ച് വീട്ടിൽ പറഞ്ഞു വിടണം. അതിന്റെ മര്യാദ. വളരെ ക്ലീൻ കേസ് അല്ലേ ഇത്? അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗകര്യം എഴുതിത്തള്ളാവുന്ന കേസ് വല്ലതാണോ ഇത്? ഇവരുടെ കോടതിയുടെ വിധി അത്ര ശക്തമായ വിധിയാണ്. ഇത് മനസ്സിലാക്കാതെ കച്ചവടം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് റിവ്യൂ പറ്റിയിട്ട് കൂടെ നടന്നിട്ടൊന്നും കാര്യമില്ല. അയാളെ ചെവിയെ പിടിച്ച് പുറത്താക്കുക, അത് മാത്രമാണ് ചെയ്യാനുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ പി.സി. ജോർജ് ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.